ഹായ്, നമ്മൾ ഇടുന്ന എല്ലാ ഔട്ട്ഫിറ്റ്സിൻ്റെ കൂടെ ഈസി ആയിട്ട് ബ്ലെൻഡ് ആയി പോകുന്ന ഫുഡ് വെയർസ് ആണ് നമ്മളെല്ലാവരും നോക്കണം. അതെല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആവുകയും ചെയ്യണം അല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിക്കണേ 500 രൂപ താഴെയുള്ള ഫുഡ് വെയർസ് ആണ്. അതെല്ലാം കുറച്ചേ ഉള്ളൂ, അതെല്ലാം തന്നെ എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ഇതെല്ലാം കണ്ടു നോക്കുക, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എനിക്കും എല്ലാം ഇഷ്ടപ്പെട്ടിട്ടിരിക്കുകയാണ് കേട്ടോ. സോ നമുക്ക് വേഗം സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുമ്പ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലെല്ലാം താഴെ എനിക്ക് എൻ്റെ ഫുഡ് വെയർ കളക്ഷൻസ് എല്ലാം ഒന്ന് കാണിക്കാമോ എന്ന് ചോദിച്ചിട്ട് എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ നോക്കിയപ്പോഴത്തേനും ഞാനിപ്പോൾ ഇടുന്ന വീഡിയോസിലൊക്കെ കാണിക്കുന്ന ഷൂസും അല്ലെങ്കിൽ സാൻഡിൽസും ഫുഡ് വെയർസ് എല്ലാം ആണ് എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളൂ. അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാനായിട്ട് എൻ്റെ ഇല്ല. അപ്പോൾ ഞാൻ ഓർത്തപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ കാണണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്താൽ മതി ഈ വീഡിയോൻ്റെ താഴെ. അപ്പം ഞാൻ നെക്സ്റ്റ് വീഡിയോ ഏതാണോ ചെയ്യണത് അതിൻ്റെ കൂടെ ഇതോടെ അങ്ങ് ഇൻക്ലൂഡ് ചെയ്തേക്കാം കേട്ടോ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ലെവൻഡർ ഷെയ്ഡിലാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ പാക്കിംഗ് ഒക്കെ വരുന്നത്. ഇത് നമുക്ക് എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാവും. ഈ ഒരു മോഡല് ഒരു ചെറിയ ഹീൽസ് ഒക്കെ വരുന്ന ഒരു ഫുഡ് വെയർ ആണ് കേട്ടോ. ഇതിൽ 4 കളേഴ്സ് അവൈലബിൾ ആണ്. ഞാനൊരു ലാവൻഡർ ഷെയ്ഡ് ഞാൻ എടുത്തേ ഉള്ളൂ, അല്ലെങ്കിൽ അതിൽ പർപ്പിൾ ഷെയ്ഡ് എന്നാണ് കാണിച്ചേക്കുന്നത്. ഈ ഒരു ഷെയ്ഡ് എടുത്തോളൂ. ഇതിൻ്റെ യെല്ലോയും പിങ്കും പിന്നെ ക്രീമും അങ്ങനെയുള്ള കളേഴ്സൊക്കെ ഉണ്ട്. എനിക്കിതുപോലെ തന്നെ ഞാൻ വീഡിയോയിലൊക്കെ കാണിക്കുന്നത് ഇങ്ങനെ കളറിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഹീൽസ് ഉണ്ട്. അത് പക്ഷെ നല്ല ഹീലാണ് കേട്ടോ. അങ്ങനെയുള്ളത് കൊണ്ട് ഞാൻ ഈ ഒരു ലാവൻഡർ ഷെയ്ഡ്. പിന്നെ ഇത് മാത്രമല്ല, ഇത് ഇത്തിരിയോടെ ഒരു മോഡേൺ ലുക്ക് അല്ലെങ്കിൽ ഇച്ചിരിയോടെ ഒരു വെറൈറ്റി ആണല്ലോ. സോ ഇത് കൂടുതലും എനിക്ക് തോന്നുന്നത് എല്ലാത്തിൻ്റെ കൂടെ ബ്ലെൻഡ് ആകും. കുർത്തീസ് ആണെങ്കിലും എന്തിൻ്റെ കൂടെ ആണെങ്കിലും നമുക്കിത് സ്റ്റൈലിഷ് ആയിട്ട് ഇത് ഇടാൻ പറ്റും. പക്ഷേ ഇത് ജീൻസിൻ്റെ ഒക്കെ കൂടെ ആണെങ്കിൽ ഇത് ഇത്തിരിയോടെ നല്ലതാണെന്ന് എനിക്ക് തോന്നി. പിന്നെ ഇടാൻ നല്ല കംഫർട്ടബിൾ ആണ്. ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് സിന്തറ്റിക് ആണ് വരുന്നത്. പിന്നെ ഞാനിത് എടുത്തേക്കുന്ന സൈസ് IND 7 ആണ് കേട്ടോ. 7 ആണ് എൻ്റെ സൈസ്. ഇതെനിക്ക് കറക്റ്റ് പാകമാണ്. ഇത് അല്ലെങ്കിൽ 40 എന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ സാധാരണ 39, 40 ഇതെല്ലാം ഞാൻ സൈസ് നോക്കിയിട്ട് ഓരോ ബ്രാൻഡിന് ഞാനിങ്ങനെ വാങ്ങുമ്പോൾ ഓരോ ബ്രാൻഡിന് ഓരോ സൈസ് ചാർട്ട് ആയിരിക്കും. സോ ഇത് ഞാൻ കറക്റ്റ് എനിക്ക് പറയാൻ പറ്റില്ല. ഇതിപ്പോൾ എൻ്റെ ഇത് തന്നെയായിരിക്കും. ഇതിപ്പോൾ ഞാൻ 40 ആണ് വാങ്ങിയേക്കുന്നത്. സാധാരണ ഞാൻ 39 അല്ലെങ്കിൽ 40 ഒക്കെ വാങ്ങാറ്. ഇതെനിക്ക് കറക്റ്റ് ഫിറ്റാണ്. പിന്നെ എൻ്റെ ഹീൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇതുപോലെ ഇങ്ങനെ റൗണ്ട് ഷേപ്പിലാണ് വരുന്നത്. ഇതിൻ്റെ ഹൈറ്റ്, ഈ ഹീൽസിൻ്റെ ഹൈറ്റ് വന്നിട്ട് 1.75 ഇഞ്ചാണ് ഇതിൻ്റെ ഹൈറ്റ് വന്നത്. ഒരുപാട് ഹീൽസ് ഹൈറ്റ് ഒന്നുമില്ല. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇട്ടിട്ട് നടക്കാം. ഹീൽസ് ഇടാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ പോലും ഇത് ഇടാം, കുഴപ്പമൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. പിന്നെ ഇതാണെങ്കിലും ഇവിടെ നമ്മുടെ ഇവിടെയൊക്കെ ആണെങ്കിലും ഇങ്ങനെ പിടിക്കാനുള്ള, അതായത് ഇവിടെ ചിലവർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമല്ലോ, ഇങ്ങനെ കാലിങ്ങനെ കയറി പോകാതിരിക്കാനുള്ളത്. അതൊന്നും ഇല്ല. പക്ഷെ എന്നാലും ഇത് ഇടാനായിട്ട് നല്ല കംഫർട്ടബിൾ ആണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെയാണ് ഇതിൻ്റെ സോളെല്ലാം വരുന്നത് കേട്ടോ. ഞാൻ കുറച്ചുകൂടെ നന്നായിട്ട് കാണിക്കാൻ ശ്രമിക്കാം കേട്ടോ. സോ ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ഹീൽസ്. സോ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 465 ആണ്. 465 രൂപയ്ക്കാണ് നമുക്ക് ഈ ഒരു ഹീൽസ് കിട്ടുന്നത്. ഇതും നിങ്ങൾ എന്തായാലും നമ്മുടെ ഫുഡ് വെയർ കളക്ഷൻസിലെല്ലാം ഇത് മസ്റ്റ് ബൈ ആയിട്ട് അല്ലെങ്കിൽ മസ്റ്റായിട്ടും നമ്മൾ വാങ്ങേണ്ട ഒരു സാധനമായിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത്. ഇത് പറയാതിരിക്കാൻ പറ്റില്ല. ഇതൊരു അടിപൊളി ഹീൽസാണ് കേട്ടോ. ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്നത്. നല്ല രസമുള്ള, അല്ലെങ്കിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കില്ല. ഞാൻ ആക്ച്വലി നമ്മൾ ചില കാര്യങ്ങളുണ്ടല്ലോ, പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാളും നല്ല റിസൾട്ടൊക്കെ കിട്ടുന്നത് അങ്ങനത്തെ ഓരോ ഹീൽസാണ് കേട്ടോ. ഇത് ഹീൽസാണ്. ഇത് ഇച്ചിരിയോടെ ഒരു 2 ഇഞ്ചൊക്കെ വരുന്ന ഹീൽസാണ് കേട്ടോ. ഇത് എക്സാക്റ്റ് ഹീൽ എനിക്ക് എത്രയാണെന്ന് അറിയില്ല, എന്നാലും 2 ഇഞ്ചൊക്കെയാണ്. അതിനേക്കാളും കൂടുതലുണ്ട്. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് സിന്തറ്റിക് തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇത് ഞാൻ സൈസ് വാങ്ങിയിരിക്കുന്നത് 39 ആണ്. ഇതെനിക്കൊരു അബദ്ധം പറ്റിയതാണ്. 39 ഞാൻ എടുത്തത്. ഇതെനിക്ക് 40 ആയിരുന്നു എനിക്ക് പറ്റുമെന്നുള്ളൂ. ഇത് കാരണം എനിക്ക് ഭയങ്കര ടൈറ്റാണ്, എനിക്ക് കയറത്തില്ല. പക്ഷേ പറയാതിരിക്കാൻ പറ്റില്ല, ഇതെന്തായാലും എനിക്ക് എക്സ്ചേഞ്ച് ചെയ്ത് എനിക്ക് 40 എടുക്കണം, എന്നാലാണ് എനിക്ക് കറക്റ്റ് ആവുള്ളൂ. പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല, ഇത് അത്ര നല്ലതാണ് കേട്ടോ. ഇതെന്തായാലും എനിക്ക് 40 മാറ്റി എടുക്കണം. റിട്ടേൺ അല്ല, എക്സ്ചേഞ്ച് ചെയ്ത് എടുക്കണം. കാരണം അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നി. ഇതിൻ്റെ 4 കളേഴ്സോ
3 കളേഴ്സ് അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നു ഒരു ടാൻ കളറും പിന്നെ ബ്ലാക്കും ആണ് അവൈലബിൾ എന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഈ ഇതൊരു ബീജ് കളറാണ് കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത്. നല്ല രസമുണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. കണ്ടില്ലേ? ഹീൽസ് ഇങ്ങനെയാണ്, ഇതുപോലെയാണ് ബാക്ക് സൈഡ് വന്നേക്കണത്. നല്ല രസമുണ്ട്. ഇതും നമുക്ക് ഏതൊരു ഇപ്പോൾ ഷൂസ് ജീൻസിൻ്റെ കൂടെയാണ് നമുക്കിത് പെയർ ചെയ്യാൻ പറ്റും. ഏതൊരു ഔട്ട്ഫിറ്റ് ആണെങ്കിലും ഇത് പെയർ ചെയ്യാൻ പറ്റും. നല്ല രസമില്ലേ? നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇങ്ങനെ സ്ക്വയർ ഷേപ്പാണ്. ഇപ്പോൾ ആദ്യം കാണിച്ചതിൻ്റെ ഇവിടം ഇങ്ങനെ സ്ക്വയർ ആണ്, റൗണ്ട് അല്ല കേട്ടോ. റൗണ്ടോ ഇങ്ങനെ കോൺ പോലെ ഇരിക്കണമെന്നല്ല, ഇങ്ങനെ തന്നെ സ്ക്വയർ ഷേപ്പിലാണ് വന്നേക്കുന്നത്. സോ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 469 ആണ്. ആദ്യം കാണിച്ചതിനേക്കാൾ 5 രൂപ കൂടുതലാണ്. 469 രൂപയ്ക്കാണ് നമുക്കിത് കിട്ടുന്നത്. ഇത് നിങ്ങൾ മറക്കാതെ ഇഷ്ടപ്പെടുവാണെങ്കിൽ വാങ്ങണം കേട്ടോ, അത്ര നല്ലത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സോ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഷൂസാണ് കേട്ടോ. ഇതെനിക്ക് ആദ്യത്തെ ഒഴികെ ബാക്കി എല്ലാത്തിനും ഞാൻ സൈസ് ഓർഡർ ചെയ്തത് എനിക്ക് തെറ്റിപ്പോയി. ഇതും എനിക്ക് കുറച്ച് ടൈറ്റാണ്. ഇത് ഞാൻ വാങ്ങിക്കുന്ന സൈസ് വന്നിട്ട് 38 ആണ് കേട്ടോ. ഇതെനിക്ക് 39 ആയിരുന്നു കറക്റ്റ്. ഇതെനിക്ക് കുറച്ച് ടൈറ്റേ ഉള്ളൂ, കുറച്ച് ടൈറ്റ് ഇടാൻ പറ്റും, കുറച്ച് ഫിറ്റായിരുന്നേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് 39 ആണ് ഇത് എടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് സൈസ് ചാർട്ട് നോക്കി നിങ്ങളുടെ സൈസ് കറക്റ്റുള്ളത് നോക്കി വാങ്ങാം കേട്ടോ. ഊഹിച്ച് വാങ്ങരുത്. ഞാനിപ്പോൾ ചെയ്തോളാം മണ്ടത്തരം നിങ്ങൾ കാണിക്കാൻ നിൽക്കരുത്. ഇതും എനിക്ക് എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഇടാൻ പറ്റും, ഇടുന്നതിൻ്റെ കുഴപ്പമില്ല. പക്ഷേ എനിക്ക് ഒത്തിരി നേരം ഇങ്ങനെ ഇട്ടിട്ട് ഇരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഷൂസാണ്, ലൈറ്റ് വെയ്റ്റ് ആണ്, ഒരുപാട് ഇതൊന്നുമില്ല. ഇതാണ് അതിൻ്റെ സോള് വന്നിട്ട്. ഹീൽസ് ഒട്ടുമില്ല, ഇങ്ങനെ ഫ്ലാറ്റാണ് വരുന്നത്. കണ്ടില്ലേ? ഇങ്ങനെയാണ് ഈ ഷൂസ് വരുന്നത്. പിന്നെ ഇത് ഗോൾഡൻ അല്ല, ഇത് കോപ്പർ കളറാണ് കേട്ടോ. കണ്ടില്ലേ? ഇതിൻ്റെ എനിക്ക് തോന്നുന്നു 4 കളേഴ്സ് അവൈലബിൾ ആണ്. ഓക്കെ, ഇതിൻ്റെ 4 ആണോ 2 ആണോ കളർ അവൈലബിൾ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ഐ തിങ്ക് ഇതിൻ്റെ കൂടെ ബ്ലാക്ക് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. 2 കളേഴ്സേ ഉള്ളൂ. എന്നാലും ഞാൻ അതിൻ്റെ ലിങ്കൊക്കെ ഇട്ടേക്കാം. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വാങ്ങിക്കും. ഇത് നല്ല ഭംഗിയുണ്ട്. ഇതും നമുക്കിപ്പോൾ എന്തിൻ്റെ കൂടെ ആണെങ്കിലും നമുക്കിത് പെയർ ചെയ്യാൻ പറ്റും. സോ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 376 ആണ്. 376 രൂപയ്ക്കാണ് നമുക്ക് ഈ ഒരു ഷൂസ് കിട്ടുന്നത്. നല്ല രസമുണ്ട് കേട്ടോ. നല്ല ഫാബ്രിക്കൊക്കെയാണ്, നല്ല മെറ്റീരിയലൊക്കെയാണ്. ഇത് കണ്ടില്ലേ? നല്ല രസമുണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു. സോ ഇത് നിങ്ങൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ വാങ്ങിക്കോളൂ. ലിങ്കെല്ലാം ഞാൻ ഇട്ട് തന്നേക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് വന്നിട്ട് വേറെ ഒരു ഷൂ പോലത്തെ തന്നെ ഒരു ഹീൽസാണ് കേട്ടോ. ഇതേപോലത്തെ തന്നെ ഹീൽസ് എനിക്കുണ്ട്. ഞാൻ കൂടുതലും ഇപ്പോഴത്തെ വീഡിയോസിൽ അധികം ഇടാറില്ല. നേരത്തെ വീഡിയോസിൽ ഞാൻ കൂടുതൽ ഇതുപോലത്തെ ഹീൽസാണ് ഇട്ടിരുന്നത്. അത് മീഷോയിൽ നിന്ന് തന്നെ വാങ്ങിയതാണ്. അതിൻ്റെ കുറേ പേർക്ക് ഞാൻ ലിങ്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒത്തിരി പേര് നേരത്തേക്ക് എന്നോട് ചോദിക്കുമായിരുന്നു, ലിങ്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത് പക്ഷേ കുറച്ചുകൂടെ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് ഇതിലിവിടെ വരുന്നത്. കണ്ടില്ലേ? ഇത് ആക്ച്വലി ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയായിരുന്നു. പിന്നെ ഇതാണെങ്കിൽ കുറച്ച് ഹീൽ, ഇതൊരു 1 ഇഞ്ച് ഹീലൊക്കെ ഇതിലുള്ളൂ കേട്ടോ. നമുക്ക് ഡെയിലി വെയർ ആയിട്ട് എത്രത്തോളം ഇടാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എന്നാലും കാഷ്വൽ വെയർ ഒക്കെ ആയിട്ടിടാൻ പറ്റും. പിന്നെ ഇവിടെ ചെറിയൊരു എലാസ്റ്റിക് വരുന്നുണ്ട്. നമുക്കിങ്ങനെ ബാക്കിൽ ഒരു പിടുത്തം ഉണ്ടാവും. ഞാൻ എൻ്റെ വീഡിയോസിലൊക്കെ ഇടുന്ന ഹീൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിലൊന്നും തന്നിട്ടില്ല. ജസ്റ്റ് ഈ ഒരു പോർഷൻ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ്. ഇടാനൊക്കെ നല്ല സുഖമാണ്. അതുപോലെ തന്നെ മറ്റേ നമ്മളെ ഹീൽസിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടക്ക് 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 എന്ന് പറഞ്ഞിട്ടൊരു സൗണ്ടൊക്കെ കേൾക്കും. നമ്മൾ ഈ ടൈലിക്കിടാൻ ഗ്രാനൈറ്റിക്കിടൊക്കെ മാർബിളിക്കിടൊക്കെ നടക്കുമ്പോൾ. ഇത് പക്ഷേ നമുക്ക് അത്ര ബുദ്ധിമുട്ടൊന്നും തോന്നില്ല ഈ ഒരു സംഭവം ഇവിടെ ഉള്ളത് കൊണ്ട്. സോ ഇതും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ 4 കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. 4 കളേഴ്സ് അവൈലബിൾ ആണ്. ഇതും എനിക്ക് കറക്റ്റ് സൈസാണ്. ഞാൻ വാങ്ങിക്കണേ IND 6 ആണ് ഞാൻ വാങ്ങിക്കണേ. ഓക്കെ, ഞാൻ 6 ആണ് വാങ്ങിക്കണേ. ഇതെനിക്ക് കറക്റ്റാണ് കേട്ടോ. അപ്പം നിങ്ങൾ എന്തായാലും സൈസ് ചാർട്ട് നോക്കിയതിന് ശേഷം നിങ്ങളുടെ കാലിൻ്റെ ആദ്യം നമ്മുടെ ഫൂട്ടുണ്ടല്ലോ, നമ്മൾ ഇടുന്ന ആ
അതിൻ്റെ അളവ് കറക്റ്റായിട്ട് എടുക്കുക. 24.5, 25, 23.5 അങ്ങനെയൊക്കെ ഉണ്ടാവും. എൻ്റെ കാലിന് കുറച്ച് നീളമുണ്ട്, കുറച്ച് വലുപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും വലിയ ഹീൽസ് തന്നെ അല്ലെങ്കിൽ വലിയ ചെരുപ്പുകൾ തന്നെ എനിക്ക് വേണ്ടി വരും കേട്ടോ. അപ്പോൾ നിങ്ങളതൊക്കെ നോക്കിയതിന് ശേഷം മാത്രം എടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 376 ആണ് ഇതിൻ്റെ 362 ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട്. സോ ഇതിൻ്റെ കളേഴ്സ് വേറെ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. ഇത് നമുക്ക് ഏതിൻ്റെ കൂടെ ഏതൊരു ഔട്ട്ഫിറ്റിൻ്റെ കൂടെ നമുക്കിത് പെയർ ചെയ്യാൻ പറ്റും. സോ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞ പോലെ എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ ഇട്ട് തന്നേക്കാം. പിന്നെ എൻ്റെ ഫുഡ് വെയർസ് ആണെങ്കിലും ഇനി ഞാൻ സാധാരണ വീഡിയോയിലൊക്കെ കാണിക്കുന്ന എൻ്റെ ഒരു ട്രാൻസ്പെറൻറ്റ് നല്ല ഹീൽസ്, പിന്നെ ഒരു ഷൂസ് ഉണ്ട്. അതൊക്കെ എന്നോട് ഇടയ്ക്കോ ചോദിച്ചിട്ടുണ്ടെന്ന് എവിടെ നിന്ന് വാങ്ങിയെന്ന്. അപ്പോൾ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ ചെയ്താൽ മതിയല്ലെന്ന് ഓർത്തിട്ടാ. സോ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ ബൈ, താങ്ക് യു.